അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയാന്തരങ്ങളിൽ മന്ത്രിച്ചുകൊണ്ടുള്ള നന്ദിയും കടപ്പാടും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ലൈവിൽ പറയാമെന്ന് പറഞ്ഞത് ഒരു റിലാക്സേഷനാണ്, മെൻ്റലി റിലാക്സേഷൻ. നമ്മളെല്ലാവരും ഓരോരോ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. നാം നേരം പുലർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ പല ടെൻഷനുകളിലാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ പ്രശ്നങ്ങൾ അതിജീവിച്ചേ മുന്നോട്ട് പോകുന്നുള്ളൂ. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും, ഏത് സാധാരണക്കാരനായിരുന്നാലും, സമ്പന്നനായിരുന്നാലും, പാമനായിരുന്നാലും എല്ലാവരും ഓരോ പ്രശ്നങ്ങളെ അതിജീവിച്ചേ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. നമുക്ക് റിലാക്സേഷനാണ് എല്ലാവർക്കും ആവശ്യം. ഈ മെൻ്റലി റിലാക്സേഷൻ തേടിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ആത്മീയപരമായ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. കാരണം ആത്മീയതയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയതയുടെ പേരിൽ തന്നെ ഒരുപാട് ചൂഷണങ്ങളും നടക്കുന്നുണ്ട്. ഇത് രണ്ടും നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, എൻ്റെ ലൈവിൽ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, എന്നോടൊപ്പം നിങ്ങൾ ഈ ലൈവ് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഒരു മാനസികപരമായ ഒരു ഉല്ലാസത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മളൊരു ടെൻഷൻ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ പ്രയാസം ഉളവാക്കുമ്പോൾ, ഏതൊരു വിഷയമാകട്ടെ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാനസികപരമായ ടെൻഷൻ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ നമുക്കൊരു വൈകാരികമായ ചില വിഷയങ്ങൾ കാണുമ്പോൾ, പെട്ടെന്നുണ്ടാകുന്ന ചില വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, ആ ടെൻഷൻ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ടെൻഷൻ, എന്തെങ്കിലും പ്രയാസങ്ങൾ, നമ്മൾ മനസ്സിനൊരു റിലാക്സേഷൻ ഇല്ലാതെ വ്യാകുലതപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ എന്നെ കാണുന്ന ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും എന്നെ വീക്ഷിക്കുന്ന എൻ്റെ മലയാളികളായ എൻ്റെ സുഹൃത്തുക്കൾക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും ഒരു റിലാക്സേഷനാണ് നമുക്ക് ആവശ്യം. ആ റിലാക്സേഷനിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ആ റിലാക്സേഷൻ നിങ്ങളെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കാം. നമുക്ക് ആവശ്യമുള്ളത് നാം സ്വമേധയ പ്രാപ്തരാകുക. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. കാരണം ഒരുപാട് ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു വികാരത്തിൽ പല തെറ്റുകളും ചെയ്തു കൂട്ടുന്നുണ്ട്. ആത്മഹത്യ, അതുപോലെ തന്നെ പല മേഖലയിലും തെറ്റായ പ്രവൃത്തിയിൽ കിടക്കുന്നു. അതിൻ്റെ കാരണം വൈകാരികമായ നമ്മളുടെ മാനസിക അവസ്ഥയാണ്. ആ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. ഏതൊരു പ്രശ്നം സങ്കീർണമാവുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രതയിൽ ശാന്തമാക്കാൻ, ഒരു സെക്കൻഡ് കൊണ്ട് ശാന്തമാക്കാൻ സാധിക്കും. ആ ശാന്തമാക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഇതിന് ശരിക്കും പറയാൻ മെഡിക്കേഷനല്ല, മെഡിറ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ശ്വസിക്കുന്ന വായു ദൈവം നമുക്ക് അനുഗ്രഹിച്ചതാണ്. നാം അതിന് പൈസ കൊടുത്ത് വാങ്ങുന്നവരല്ല. കോവിഡിൻ്റെ കാലഘട്ടം വന്നപ്പോൾ നാം കണ്ടു, നാം ശ്വസിക്കുന്ന വായുവിൻ്റെ വില നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പ് നമ്മളതിൻ്റെ വില അറിയുന്നില്ല. അപ്പോൾ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹം ഈ പ്രകൃതി നൽകിയതാണ് നാം ശ്വസിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതേ ദൈവം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അണ്ടകടാഹത്തെ മുഴുവൻ പരിപാലിച്ചു പോരുന്ന ജഗദീശ്വരനായ തമ്പുരാൻ, സൃഷ്ടികർത്താവായ തമ്പുരാൻ, ആ തമ്പുരാൻ നമ്മുടെ റിലാക്സേഷൻ ആവശ്യമായ ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് സമന്വയിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. ആദ്യത്തെ തിരിച്ചറിവ് അതായിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. ഞാൻ വലിയൊരു പണ്ഡിതനോ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ ഉടമയൊന്നുമല്ല. ഞാൻ കുറച്ച് നാളുകൾ കൊണ്ട് കൃത്യമായ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ, ഞാൻ സ്വയം ആർജിച്ചെടുത്ത ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന്. ഇതിൻ്റെ പ്രാക്ടിക്കൽ തിയറിയും അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് പരമായ വിഷയങ്ങളെക്കുറിച്ചൊന്നും ആരും ചോദിക്കേണ്ട. കാരണം ഒന്നും എനിക്കറിയില്ല. ഞാനിത് സ്വമേധയെ പഠിച്ചെടുത്തതും ഞാൻ ചില പുസ്തകങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചെടുത്ത അറിവുകളാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകുന്നത്.
കാരണം ആളുകൾ കമൻറ്റിൽ വേണമെങ്കിൽ എൻ്റെ യോഗ്യതയൊന്നും ചോദിക്കേണ്ട, കാരണം യോഗ്യത വളരെ കുറവാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ, ഞാൻ നേടിയെടുത്ത, എന്നെക്കുറിച്ച് മുൻപറിയാവുന്ന ആളുകൾക്കറിയാം ഇന്ന് ഞാൻ നിൽക്കുന്ന പൊസിഷൻ അറിയാം. അതുകൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ നേടിയെടുത്ത എൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. സ്വീകരിക്കാം, തള്ളിക്കളയാം. ആരിൽ നിന്നും നാം ഒരു പ്രതിഫലം വാങ്ങിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ധരിപ്പിക്കുന്നില്ല, പെട്ടെന്ന് അവതരിപ്പിക്കുകയാണ്. നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെൻഷൻ, മെൻ്റലി റിലാക്സേഷൻ ഇല്ലാത്ത ഒരാളുകൾ, മെൻ്റലി ഡിപ്രഷൻ ഉള്ളവർ പോലും, ഞാൻ പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച മൈഗ്രെയിൻ തലവേദനയാണ്. ആ മൈഗ്രെയിൻ തലവേദന പോലെ തലവേദന ഉള്ളവർ പോലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാരീരിക വേദനകൾ ഇപ്പോൾ നമുക്ക് നേരിടുന്നവരുണ്ടെങ്കിൽ, പല്ലുവേദന, തലവേദന, അങ്ങനെയുള്ള വേദനകൾ, അല്ലെങ്കിൽ തലയ്ക്ക് മരവിപ്പ്, ഇതെല്ലാം നേരിടുന്നവരുണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ സെക്കൻഡ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആദ്യം നാം ചെയ്യേണ്ടത്, ഞാൻ ഇന്നലെ പറയേണ്ടതായിരുന്നു എങ്കിലും പറയുന്നു, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ വൃത്തിയുള്ള കൈകളാക്കുക. കൈകൾ വൃത്തിയുള്ള കൈ ആയിരിക്കണം. കഴുകുക, വൃത്തിയുള്ളതാക്കുക. ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ആദ്യമേ നാം ചെയ്യേണ്ടത്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 കൈകൾ നിവർത്തി പിടിച്ചുകൊണ്ട് ആദ്യം നാം ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ 2 കൈകളും നമ്മുടെ ഹൃദയങ്ങളിലേക്കും 2 ഹൃദയങ്ങളുടെ ഭാഗങ്ങളിലേക്കും അത് ഇപ്രകാരം ഇങ്ങനെ വെക്കാം. അതായത് നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയുന്നില്ല, എങ്കിൽ നോക്കാം. ഇങ്ങനെ തന്നെ പിടിക്കാം. ഇങ്ങനെയുള്ള ചെസ്റ്റിലേക്ക് 2 കൈകളും പിടിക്കുക. ഞാനിത് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായി ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ മേൽഭാഗം വസ്ത്രം മാറ്റിയതിന് ശേഷം, നിങ്ങൾ ആരും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൾ നേരിട്ട് നമ്മുടെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരു നിമിഷം നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അതേ രീതിയിൽ തന്നെ തുടരുക. ഞാൻ പറയും, അതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുക. ചെസ്റ്റിലേക്ക് കൈ വയ്ക്കുക. വെച്ച ശേഷം കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം നമ്മൾ അദൃശ്യമായ, അതായത് നമുക്ക് ഒരു അദൃശ്യമായ ഒരു സാമീപ്യം നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടാവും. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും, ഏത് മതത്തിൽ ആരാധിക്കുന്നവരാണെങ്കിലും, ഇനി വിശ്വാസമില്ലാത്തവരാണെങ്കിലും, നിങ്ങൾക്ക് ഈ പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ചത്തെ നയിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം സാക്ഷി, ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ആവാഹക, അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അദൃശ്യമായ ഒരു ശക്തിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കണ്ണടച്ച് 1 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മതത്തിൽ, ഏത് മതത്തിലാണെങ്കിലും ആ മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾക്ക് കൈകളെടുക്കാം. കൈകളെടുത്തതിന് ശേഷം, ഞാൻ കണ്ണട വെച്ചതുകൊണ്ട് കണ്ണട മാറ്റി. കൈകളെടുത്തതിന് ശേഷം ആ കൈകൾ 2 ചേർത്ത് തിരുമുക. ഇതുപോലെ ചേർത്ത് തിരുമുക. ശരിക്കും നിങ്ങൾ പ്രഷർ കൊടുത്ത് തിരുമുക. കൈകൾക്ക് നല്ല മർദ്ദവും നല്ല ചൂടും കൈകളിൽ വന്ന് ചേരും. ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി അതുകൂടി നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി കാണിക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ റിലാക്സേഷൻ നിങ്ങൾക്ക് പറയാം. നമുക്കിതിൻ്റെ കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് വിവരം അറിയിക്കാം. ഇനി ആ 2 കൈകളും കണ്ണുകളിലേക്ക് ഇപ്രകാരം ചേർത്ത് പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇതുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം മനസ്സിൽ നമ്മൾ ഇപ്പോൾ കാണേണ്ടത് ഒരു പുഷ്പത്തെ മനസ്സിൽ വിചാരിക്കുക. നല്ല ഭംഗിയുള്ള ഒരു പുഷ്പം, ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ചിന്തിക്കുക. കഴിവതും ആളുകളുടെ മനസ്സിൽ വന്നിട്ടുള്ളത് റോസ് ആയിരിക്കും. റോസാ പുഷ്പത്തെയായിരിക്കും നമ്മൾ കാണാൻ കഴിയുക, കഴിവതും ആളുകൾ. ആ പുഷ്പത്തിൻ്റെ ഭംഗി നമ്മളൊന്ന് ആസ്വദിക്കുക. കണ്ണടച്ച് വെച്ച് ആസ്വദിക്കുക. 1 മിനിറ്റ് അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ പുഷ്പത്തിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചു. മനസ്സ് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ ദൈവത്തോട്, അല്ലെങ്കിൽ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക.
എൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ഇപ്പോൾ നൽകണമെന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുകളിൽ നിന്നും കൈകൾ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചുവന്ന ഒരു പ്രതലമായിരിക്കും. കണ്ണ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശേഷം കണ്ണടച്ചുകൊണ്ട് കൈകൾ വീണ്ടും തിരുമുക. ഇതേ പ്രകാരം പ്രഷർ കൊടുക്കുക. കണ്ണ് തുറക്കാതിരിക്കുക. കണ്ണ് തുറക്കാതിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് മുഴുവനും ഒരു ചുവന്ന പ്രതലമായിരിക്കും കണ്ണിൽ കാണുന്നത്. കൈകൾ തിരുമ്മിയതിന് ശേഷം ആ കണ്ണുകളും സാവകാശം തുറക്കുകയും കൈകൾ അകത്തുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ് തോന്നുന്നത്? എല്ലാ ചിന്തകളും നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് മാറി. മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ, എന്തോ ഒരു സുഖാനുഭൂതി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രകൃതിയുടെ വരദാനമായ പ്രകാശരശ്മികളെ നാം ആവാഹിച്ചു കഴിഞ്ഞു, നമ്മളിലേക്ക് സമന്വയിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് റിലാക്സേഷനായി. എൻ്റെ പ്രോഗ്രാം കണ്ട നിങ്ങൾ ഇനി കമൻറ്റ് ബോക്സിൽ കൃത്യമായി ഇത് ചെയ്ത ആളുകൾ നിങ്ങൾ മറുപടി അറിയിക്കുക. നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ കിട്ടിയെന്ന് അറിയിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തുടരുക. നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് മെൻ്റലി ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികപരമായ സംഘർഷം അനുഭവപ്പെടുന്ന സമയം നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്താൽ നിങ്ങളുടെ മനസ്സിന് ആ സംഘർഷ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും. മെൻ്റലി നമുക്ക് വളരെ റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണ്. ദിവസവും കഴിയുമെങ്കിൽ രാവിലെ പ്രഭാതത്തിൽ നാം ഒരു തൊഴിലിനോ അല്ലെങ്കിൽ മറ്റു മേഖലയ്ക്ക് ഇറങ്ങുന്ന സമയം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുകയും അതല്ല എങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇപ്രകാരം ചെയ്ത് കിടന്നാൽ സുഖമായ നിദ്ര, സന്തോഷത്തോടു കൂടിയുള്ള ഉറക്കം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യം സമാധാനമുള്ള ഉറക്കമാണ്. സന്തോഷത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ സാധിക്കണം. ഉറക്കമില്ലായ്മയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. ആദ്യം കൃത്യമായ രീതിയിൽ നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സാധിക്കണം. നിങ്ങൾ ഉറങ്ങുന്ന സമയം കൃത്യമായി ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത് നിങ്ങൾ കിടന്ന് അപ്പോൾ തന്നെ ഉറങ്ങാൻ ശ്രമിച്ചാൽ വളരെ സുന്ദരമായ ഒരു നിദ്ര, ഒരു ഉറക്കം നമുക്ക് വന്നു ചേരും. അവിടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായി തലവേദന, പല്ലുവേദന പോലെയുള്ള രോഗങ്ങളുള്ളവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗം ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനയുടെ രീതി മറ്റതാണ്. ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്, നിങ്ങൾക്കെല്ലാവർക്കും കാണുമ്പോൾ അറിയാം. ആ മതപരമായ പ്രാർത്ഥനയാണ് ഞാൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായ പ്രാർത്ഥനകളിലും നിങ്ങൾക്കും അത് ഉൾപ്പെടുത്താം. എന്നിട്ട് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഇത് വളരെ പോസിറ്റീവായിരിക്കും എല്ലാവർക്കും. ഇന്നത്തെ എൻ്റെ ലൈവ് വീഴ്ച നിങ്ങൾക്കെല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞുകൊണ്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്ത ദിവസത്തെ ലൈവ് തലേ ദിവസം ഞാൻ ഗ്രൂപ്പിൽ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അവിടെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് നിങ്ങൾക്ക് നേരെ വീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ലൈവിൽ നിന്ന് വിടവാങ്ങുകയാണ്. എന്നെ വീഴ്ച എൻ്റെ സഹൃദയരായ എല്ലാ സുഹൃത്തുക്കൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, ജഗതിയന്താവായ തമ്പുരാൻ്റെ കരുണ കടാക്ഷം കൊണ്ട് ജീവിത വിജയം കൈവരിക്കുന്നവരായി തീരട്ടെ എന്നും, സാമ്പത്തികവും മാനസികവും ശാരീരികവും ദാമ്പത്യവുപരമായ എല്ലാ വിഷയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്നവരായി മാറട്ടെ എന്നും, കുടുംബത്തിൽ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും എല്ലാ സഹജീവികളോടുമെല്ലാം സഹനമുള്ളവരായി തീരട്ടെ എന്നും,
ജഗദീശ്വരൻ്റെ കരുണകടാക്ഷം തിരുനോട്ടം നിങ്ങളിലേക്ക് എല്ലാ സമയത്തും ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്ന് വിടവാങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.